Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. സ്വയമായി ജീവിക്കുമ്പോഴുള്ള വിശുദ്ധി അല്ലെങ്കിൽ പേഴ്സണൽ വിശുദ്ധി, ഇത് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിശുദ്ധി, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് രണ്ടുപേരെയാണ് ഇന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ജേക്കബ് അങ്കിളും ജിനോ ചേച്ചിയാണ്. ജേക്കബ് അങ്കിൾ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഒപ്പം ശുശ്രൂഷ മേഖലകളിൽ യൂത്തിൻ്റെ ഇടയിലും ഫാമിലീസിൻ്റെ ഇടയിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നു. ജിനോ ചേച്ചി ഹോം മേക്കറാണ്. ഇവർക്ക് 4 മക്കളാണുള്ളത്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി ടു ദി ഷോ. ചേട്ടാ, ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വിശുദ്ധിയൊക്കെ നമുക്ക് ഏത് ലെവലിലാണ്, എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്ന് ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാവോ? എനിക്കൊന്ന് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്തൊന്നും എനിക്ക് ശരിക്കും വിവാഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നോ അങ്ങനെ ഒരു അറിവോ, കാര്യം ജീസസ് യൂത്തൊക്കെ ആയിരുന്നെങ്കിലും ഇതൊരു ശുശ്രൂഷയാണ് എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. പക്ഷെ അത് എത്രമാത്രം അതെന്താണെന്നും അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നും ഒക്കെ ഒന്നും അന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി, മനുഷ്യന് 3 വൊക്കേഷൻസ് ആണല്ലോ സാധാരണഗതിയിൽ. യു ഇത് ചൂസ് ടു ഗെറ്റ് മാരിഡ്, അതൊരു വൊക്കേഷനാണ്. അതല്ലെങ്കിൽ നമ്മൾ സെലിബസി എടുക്കും, അതല്ലെങ്കിൽ സിംഗിൾ ലൈഫ്. ഈ 3 വഴിയും നമുക്ക് വിശുദ്ധരാകാനായിട്ടുള്ള വഴികളാണ്. അപ്പം യു ചൂസ് വൺ ഓഫ് ദീസ്. പിന്നെ നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പോലും സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിലുള്ള പങ്കുചേരലാണ് നമ്മുടെ അൾട്ടിമേറ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും അതാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിനക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നീ തിരഞ്ഞെടുക്കുന്ന ഈ വൊക്കേഷനിലൂടെ നീ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്, ഈ നമ്മുടെ വിവാഹ ജീവിതത്തിലുള്ള ചാലഞ്ചസ്, വെല്ലുവിളികളാണ് നമ്മുടെ കുറവുകളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ച് ഈ പറഞ്ഞ ഒരു ദാമ്പത്യ വിശുദ്ധിയിലെത്തി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള വഴി അത് ഈ ദാമ്പത്യത്തിലാണ് എന്ന് നമുക്കറിയാം. നമ്മൾ 2 വ്യക്തികൾ 2 കൾച്ചറിൽ നിന്ന് ഒന്നിച്ചു വരുന്ന വ്യക്തികളാണ്. 2 പേർക്കും നമ്മുടേതായ കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ അതൊരു ഓപ്പർച്യൂണിറ്റി, അതൊരു കോൺഫ്ലിക്റ്റ്, ഇസ് എ ബാറ്റിൽ ഗ്രൗണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ us to ഈ പറഞ്ഞ ഒരു വിശുദ്ധീകരണം. അപ്പോൾ ഈ വിശുദ്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഈ സ്വാർത്ഥനായ മനുഷ്യൻ, നമ്മളെല്ലാം സ്വാർത്ഥനാണ്. കാരണം ദാറ്റ്സ് വാട്ട് സിൻ ഹസ് ഡൺ ടു അസ്. ഈ പാപം ചെയ്തപ്പോഴത്തേക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു. അപ്പം ഞാനിന്ന് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ലവ് ഇസ് ടു വിൽ ദി ഗുഡ് ഓഫ് ദി അതർ ആൻഡ് ടു ബി എ സിൻസിയർ ഗിഫ്റ്റ് ഓഫ് സെൽഫ് ടു ദി അതർ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എത്രമാത്രം ഞാൻ സ്വാർത്ഥനാണ്. അപ്പം അവിടെ എൻ്റെ വിശുദ്ധി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ഞാൻ
എൻ്റെ കാര്യം ചിന്തിക്കാതെ, എൻ്റെ കാര്യത്തിന് വില കൊടുക്കാതെ ചെറുതായിക്കൊണ്ട് ജിനോയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും കൂടുതൽ തൽപരനാകുകയും അത് അറിയാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ പോകാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. 14 വർഷമായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ പറ്റും ഐ എം മേക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാൻ പറ്റും. എന്താണേലും ഈ ഒരു വൊക്കേഷനിലും there is a holiness മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്തത്തില്ല സ്വർഗ്ഗത്തിൽ. അതല്ലേ ഈ സ്വർഗത്തിൽ വിശുദ്ധര് മാത്രമേ എത്തുന്നുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഈ ഒരു ഫാമിലി ലൈഫിലുള്ള വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി ചെയ്യാറെന്നുള്ളത് പങ്കുവെക്കാവോ? ഞാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്, അടുത്തടുത്ത് കുമ്പസാരിക്കാറുണ്ട്, പിന്നെ ജപമാല ചൊല്ലാറുണ്ട്. മാതാവിനോട് എന്നും മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ചെറുതാവുമ്പം നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ്, അവരുടെ വാശി ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ. അപ്പോഴൊക്കെ എനിക്കെപ്പോഴും മാതാവാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പഠിക്കാൻ പറയും, പഠിക്കത്തില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ടെമ്പർ പോവും, നമ്മൾ വഴക്കുണ്ടാക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് അമ്മയാണ് എന്നെ എപ്പോഴും സഹായിക്കുന്നത്. മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിശുദ്ധിയുടെ പദവിയിലേക്ക് വിശുദ്ധരായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ പങ്കുവച്ചു. പ്രേക്ഷകർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് നമുക്ക് വേറൊരു ലെവലിൽ നമുക്ക് കേൾക്കാം. അതിനായിട്ട് അവിടെ ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും ഒരു ഗസ്റ്റിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയം കാണും. ഈ ചേട്ടന് 8 മക്കളാണുള്ളത്. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശേഷിപ്പിച്ച് കേട്ടിട്ടുണ്ട് കേരളത്തിലെ വിശുദ്ധ ജിയാന എന്ന്. അപ്പം അതായത് മരിച്ചുപോയ നമ്മുടെ സ്വപ്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്, മറ്റാരുമല്ല ജോജു ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ചേട്ടാ. ചേട്ടാ, ഞാനിങ്ങനെ ഞങ്ങളുടെ 10th സ്കൂളിൽ പഠിക്കുമ്പോൾ 10th വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, മോറൽ സയൻസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ സെക്സ് എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, എടി ഇന്ന് ഈ സബ്ജക്റ്റാണ്. അപ്പം ഞാൻ ഓക്കെ, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സാറ് വന്നു, ക്ലാസ് തുടങ്ങി, ലെസൺ പേര് പറഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് ഫുൾ അങ്ങ് ഭയങ്കരമായിട്ട് ചിരി. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകാണ്ട് ഞാനും അങ്ങ് കൂടുതൽ അങ്ങ് ചിരിച്ചു. പക്ഷേ സാറ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്തിനാ ഇങ്ങനെ ചിരിച്ചതെന്ന് ചോദിച്ചിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സെക്സ് എന്ന് പറയുന്നത് വിശുദ്ധമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആ ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആ ഒരു ദാമ്പത്യ വിശുദ്ധി നമ്മളെങ്ങനെയാണ് പാലിക്കേണ്ടതെന്നുള്ളതൊന്നും നമുക്കൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ അടുത്ത ഒരു മനുഷ്യ വ്യക്തിയെ സൃഷ്ടിക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഒരു പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ്. അതിലേക്കുള്ള ഒരു പ്രത്യേക വിളിയാണ് വിവാഹ ജീവിതം എന്നുള്ളത്. അതിനാൽ തന്നെ സെക്സ് എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേക ആ ഒരു സൃഷ്ടികർമ്മവുമായി ബന്ധപ്പെട്ട ആ ഒരു കർമ്മത്തിൽ നമ്മെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിളിയാണ്. അത് ദൈവത്തിൻ്റെ ദൗത്യമാണ്. സത്യത്തിൽ സെക്സ് എന്നുള്ളത് ദൈവത്തിൻ്റെ ദൗത്യത്തിലുള്ള മനുഷ്യൻ്റെ പങ്കുപറ്റലാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമുക്ക് സെക്സിനെ വിശുദ്ധമായതെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, 2 വ്യക്തികൾ തമ്മിൽ ഉള്ളൊരു ബന്ധത്തെ, വളരെ ഇൻറ്റിമേറ്റായിട്ടൊരു ബന്ധത്തെ നമ്മൾ സ്നേഹബന്ധം എന്ന് വിളിക്കും. അതിനെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ പല കാറ്റഗറിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകളെയൊക്കെ എല്ലാവരെയും നമ്മൾ ഹായ് എന്ന് പറയാറില്ല. ചിലരെ നമ്മൾ ഹായ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ ജസ്റ്റ് ഹായ് പറഞ്ഞ് നമ്മൾ കടന്നു പോകുമായിരിക്കും. ചിലരെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കും, ഒരു ഹായ് കണ്ടല്ലോ, എത്ര നാളായി കണ്ടിട്ട്, അപ്പോൾ വീട്ടിൽ വന്നിട്ട് പോകാം എന്ന് പറയും. ചിലരെ നമ്മൾ വീട്ടിലേക്ക് കയറ്റിയിരുത്തി അവർക്ക് ചായ കൊടുത്തിട്ടേ വിടുകയുള്ളൂ, ഭക്ഷണമൊക്കെ കൊടുത്തേ വിടുകയുള്ളൂ. ചിലരെ നമ്മൾ ആ ഫ്രണ്ട് റൂമിൽ മാത്രം ഇരിക്കാനായിട്ട് അങ്ങനെ ഇരുന്ന് പോയാൽ നമുക്ക് എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യും അവരുമായിട്ട്. ഓ, എന്താ അദ്ദേഹം വന്ന് അവിടെ മാത്രം അങ്ങ് ഇരുന്ന് പോയത്, എന്തോ ഒരു
എവിടെയോ ഒരു ഇൻറ്റിമസിയുടെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ചിലർ നമ്മൾ പ്രത്യേകം ക്ഷണിക്കൊന്നും ഇല്ലാതെ ആ അമ്മ എവിടെ ആ അടുക്കളയിലാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് കയറി അടുക്കള വരെ അങ്ങ് പോയാലും നമുക്കും ഒരു വിഷമം തോന്നില്ല. മാത്രമല്ല നമ്മളും കൂടുതൽ ഫ്രീഡത്തിലേക്ക് വരികയും ചെയ്യും. ഇതെല്ലാം ബന്ധത്തിൻ്റെ ഇൻറ്റിമസിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ കാറ്റഗറി പല കാറ്റഗറിയും ഉണ്ട്. അതേസമയം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പോകാൻ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ നമ്മുടെ ക്ഷണമില്ലാതെ അകത്തോട്ട് കയറിയാൽ നമുക്കതൊരിക്കലും സഹിക്കില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അത്. അപ്പോൾ ഇവിടെ ഈ ബന്ധത്തിൽ പല കാറ്റഗറി ഉണ്ടെന്നറിയാം. അതിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക്, അതായത് എങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഒരു മുന്നാസ്വാദനം പോലെ എല്ലാ കാര്യത്തിലും ഫ്രീഡം കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, ഒരു പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പിലേക്ക് ദൈവം രണ്ടുപേരെ അങ്ങ് ചേർക്കുകയാണ്. ആ രണ്ടുപേരെ ചേർക്കുന്നത് ദൈവം ആയതുകൊണ്ട് ദൈവവും മനുഷ്യനും കൂടെയുള്ള ഒരു ബന്ധമാണ് ഈ വിവാഹ ജീവിതം എന്നുള്ളത്. അപ്പോൾ ദൈവവും മനുഷ്യനുമായി കൂടെയുള്ള ഈ വിവാഹ ബന്ധത്തിൽ അവരുടെ ശരീരത്തെ കൂടെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്, ഒപ്പം തൻ്റെ ജീവിത പങ്കാളിക്ക്. അപ്പം തൻ്റെ ശരീരമാണ് നമ്മുടെ ഏറ്റവും ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവന് ഒരു ആത്മാവിനെ കൊടുത്തുകൊണ്ടാണ് അവനൊരു സ്പെഷ്യാലിറ്റി ദൈവം ഉണ്ടാക്കിയത്. അവൻ്റെ ബൈബിളിൽ പറയുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവന് ജീവനുണ്ടായിരുന്നില്ലെന്നുള്ളതാണ്. അതിനർത്ഥം അവനൊരു സാധാരണ ഒരു മൃഗത്തെ പോലെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ആ മൃഗത്തെ പോലെയുള്ള സ്വതന്ത്രമായിട്ട് ശരീരം പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം കൊടുത്തിട്ട്, ദൈവം ശരീരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ സംവിധാനങ്ങളും അതിലുണ്ടല്ലോ ആണ്. അങ്ങനെ ഉണ്ടാക്കിയ ശരീരത്തിൽ ജീവനുണ്ടെന്ന് ദൈവം എടുത്തു പറയുന്നവൻ ആത്മാവിനെ കൊടുത്തപ്പോഴാണ്, നാസാരേന്ദ്രങ്ങളിലേക്ക് ഊതി, അപ്പോൾ അവൻ ജീവനുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഒരു അംശം മനുഷ്യന് കൊടുത്തിട്ട് അവനെ സ്പെഷ്യലാക്കിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ 3 പേരും കൂടെ, ഭാര്യയും ഭർത്താവും ദൈവവും കൂടെ ഒന്നിച്ചു ചേരുന്ന ആ ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ ഒരു വ്യക്തി തൻ്റെ ശരീരവും മുഴുവൻ ദൈവത്തിനും തൻ്റെ പങ്കാളിക്കും ഒരേപോലെ വിട്ടുകൊടുക്കുകയാണ്. അവിടെയാണ് ഈ ശരീരത്തിന്മേൽ തൻ്റെ പങ്കാളിക്ക് അവകാശം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ദേവാലയത്തിൽ വെച്ച് വിവാഹത്തിൻ്റെ സമയത്ത് എല്ലാ അധികാരവും നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് വിട്ടുകൊടുത്തിട്ട് സ്വതന്ത്ര മനസ്സോടെ എടുത്ത തീരുമാനമാണത്. അതുകൊണ്ട് പിന്നീട് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും നമ്മുടെ ശരീരം നമ്മുടെ പാർട്ട്ണർക്ക് വിട്ടുകൊടുക്കുന്നത് തടയാൻ അനുവാദമില്ല. അങ്ങനെയാണ്, അത് ഉടമ്പടി ബന്ധമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ദാമ്പത്യ വിശുദ്ധി എന്ന് പറയുമ്പോൾ നോർമലി അത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വിശുദ്ധി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം മാത്രമേ വിശുദ്ധമായിട്ടുള്ളൂ. ദൈവത്തിൽ നിന്നാണ് വിശുദ്ധി വരുന്നത്. അപ്പോൾ വിവാഹിതരുടെ വിശുദ്ധിയെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകിച്ച് ബ്രഹ്മചര്യമെന്നോ ചാസ്റ്റിറ്റി എന്നോ ഒക്കെ നമ്മൾ പറയുമ്പോഴുണ്ടാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. വിവാഹം കഴിക്കാത്തവരെയാണെങ്കിലും വിവാഹം കഴിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ വിശുദ്ധി നമ്മൾ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അതിൽ വിശുദ്ധിയില്ല. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ അവെയർ ആകുന്നില്ലെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു വ്യക്തി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ്റെ ലൈംഗികത തനിച്ച് അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതിൽ അപാകതയുണ്ട്. അതിൽ അപാകതയുണ്ട്. കാരണം അത് ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ എന്ന് വെച്ചാൽ പാർട്ട്ണർക്കാണ് അതിൻ്റെ അനുവാദമുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ ഒരാളെ മാറ്റി നിർത്തുന്നതിൽ പോലും അപാകതയുണ്ടെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തിയാൽ വിവാഹം എന്നുള്ള 3 പേര് കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി നമുക്കൊരു സൃഷ്ടികർമ്മം സാധ്യമല്ല. ചിലപ്പോൾ പലർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും. 2 പേരല്ല 3 പേരുണ്ട് അതിലൊന്നുള്ളത്. തീർച്ചയായിട്ടും 3 പേരുണ്ട്. ആ 3 പേര് അവിഭാജ്യ ഘടകങ്ങളാണ്. അതുകൊണ്ടല്ലേ ഈ IVF ഒക്കെ പാപ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. കാരണം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടോ പാർട്ട്ണറെ മാറ്റി നിർത്തിക്കൊണ്ടോ നമുക്ക് ഈ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. സത്യത്തിൽ പലപ്പോഴും ഈ സാഹചര്യത്തിലൊക്കെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ലൈംഗികമായിട്ടുള്ള ഫ്രീഡം ഒത്തിരി വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. പക്ഷേ ഈ ലൈംഗികമായ ഫ്രീഡം വർദ്ധിച്ചു വരിക എന്ന് പറയുന്നതും
നമ്മുടെ ക്രിസ്തീയമായ കാഴ്ചപ്പാടിലുള്ള ലൈംഗികത, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗികതയിലും വരുന്നൊരു വ്യത്യാസം ഇവിടെയാണ്. സാധാരണ നമ്മൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലെ ലൈംഗിക ഫ്രീഡം എന്ന് പറയുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫ്രീഡത്തിലേക്കാണ് വരുന്നത്. അവിടെ അതിൻ്റെ അപാകത അതിനാൽ തന്നെ വരും. അവിടെ നമുക്ക് പ്രധാനമായിട്ടും വരിക ശരീരത്തിൻ്റെ ഒരു സുഖം മാത്രമാണ്. ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ വികാരങ്ങളെയാണ് നമ്മളവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് എപ്പോഴും അതിൽ കുറവുകളുണ്ട്, എപ്പോഴും അതിൽ കുറവുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലൊരു ചൊറി ഉണ്ടെങ്കിൽ നമ്മൾ അത് മാന്തുമ്പോൾ സത്യത്തിലൊരു സുഖമുണ്ട്, മാന്തുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ വേദന നമുക്ക് അനുഭവപ്പെടും. പലപ്പോഴും ആ വേദന ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും ചൊറിയാൻ തോന്നും. നമ്മൾ ചൊറിയാതിരിക്കാൻ നമുക്ക് പറ്റാത്തതുപോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. ഇല്ലെങ്കിൽ നമുക്ക് വട്ടാവുന്ന രീതിയിൽ വരും. എന്നാൽ ചൊറിഞ്ഞാലോ പിന്നെ വേദനയും വരും. അതറിഞ്ഞിട്ടും നമ്മൾ ചൊറിയും. അതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു വളരെ ലിമിറ്റേഷനാണ് അത് കാണിക്കുന്നത്. ലിമിറ്റേഷനാണ്. അതൊരിക്കലും സാറ്റിസ്ഫൈ ആകില്ല ശരീരം. ഈ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിലായതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിലുള്ള ദൈവവുമായിട്ടൊരു ലയനത്തിൽ മാത്രമേ യഥാർത്ഥ സംതൃപ്തിയും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം താങ്ക് യു ചേട്ടാ, ഇത്രയും താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജിൻ ആൻഡ് മീനു. ഭയങ്കര നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു അല്ലേ? ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു ഇവരിവിടെ ചർച്ച ചെയ്യുകയുണ്ടായത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, എന്താണ് ജെറിൻ അച്ഛന് നമ്മളോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാമ്പത്യ വിശുദ്ധിയെ പറ്റിയായിരുന്നു നമ്മുടെ ഇന്ന് സംസാരം മുഴുവൻ. ദമ്പതിമാരൊക്കെ വളരെ മനോഹരമായിട്ട് അവരെങ്ങനെ അനുദിന ജീവിതത്തിൽ ദാമ്പത്തിക വിശുദ്ധി, കുടുംബ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധി പാലിക്കുന്നതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഞാനൊരു മറ്റൊരു ഭാഗം കൂടി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ ദാമ്പത്യ വിശുദ്ധിയെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ലിമിറ്റ് ചെയ്ത് പോകാറുണ്ട് ദാമ്പത്തിക വിശ്വസ്തതയിലേക്ക്. വിശ്വസ്തത ദാമ്പത്തിക വിശുദ്ധിയുടെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ശരിക്കും നമ്മൾ ദാമ്പത്തിക വിശ്വസ്തത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മൾ കൊടുക്കുന്ന ലൈംഗിക ജീവിതത്തിൽ കൊടുക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത, അതൊക്കെ പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് ലിമിറ്റായി പോകാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറേ കൂടി വലിയൊരു സബ്ജക്റ്റാണ്. ദാമ്പത്യ വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്താണ്? ദൈവത്തോടൊപ്പം ആയിരിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുക. അത് തന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കുക. ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നവന് കുടുംബജീവിതത്തിൽ തൻ്റെ കൗണ്ടർ പാർട്ട്നർ ഉറപ്പായിട്ട് തൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഉറപ്പായിട്ട് പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യും നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി, മറ്റുള്ളവരുടെ ബന്ധം, ഭാര്യയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, ഭർത്താവിനോടുള്ള ബന്ധം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിനക്ക് ദൈവവുമായിട്ടുള്ള വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വസ്തത, ഒരു ബന്ധം, അത് നിനക്ക് ജീവിതത്തിൽ വിശുദ്ധി എല്ലാ നേരവും നിറച്ചു തരും. ഇതിന് മറുപുറമുണ്ടേ. നമ്മൾ വിവാഹ ജീവിതത്തിലായിരിക്കുന്നവർ, ഈ ഒരു കൂദാശയിൽ ഒന്നു ചേർന്നവർ വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ, വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ സാത്താൻ ഇടം കൊടുക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സാത്താന് ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബം. ആ ഒരു കൂദാശയാണ് സാത്താൻ ഏറ്റവും വെറുപ്പുള്ളത്. അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും സാത്താൻ കുടുംബത്തെ വെട്ടാൻ നോക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് കുടുംബത്തിലാവുമ്പോൾ അവർ ദൈവത്തെ പോലെ ആയി ദൈവത്തിൻ്റെ നാമത്തിൽ മക്കളെ ജനിപ്പിച്ച് വിശുദ്ധമായൊരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നു. അത് തന്നെ സാത്താൻ്റെ സകല പ്രിൻസിപ്പിളുകൾക്കും എതിരാണ്. അവൻ അതുകൊണ്ടാണ് കുടുംബത്തെ തകർക്കാൻ, കുടുംബ വിശുദ്ധിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മളെല്ലാവർക്കും എല്ലാ ദിവസവും ആവശ്യത്തിന് ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നിന്നില്ലെങ്കിൽ, ദൈവത്തിൽ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ നമ്മൾ സാത്താൻ എറിഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് വീഴ്ചകൾ വരുത്തുവാനായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാമ്പത്തിക വിശുദ്ധിയിലും ദാമ്പത്തിക വിശ്വസ്തതയിലും ഒന്നാം ഭാഗം നിനക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ആ ബന്ധം നിനക്ക് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ നിനക്ക് ദാമ്പത്യ വിശുദ്ധിയിൽ സ്മൂത്തായിട്ട് കുടുംബജീവിതത്തിൽ സാത്താൻ ഇടം കൊടുക്കാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ടൊരു ഉദാഹരണം ജോൺ ബോൾ രണ്ടാമൻ്റെ ജീവിതത്തിലാണ്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹം പോളണ്ടിലെ തൻ്റെ പഴയ വീട്ടിലേക്ക് വരുന്ന മനോഹരമായൊരു രംഗമുണ്ട്. അദ്ദേഹത്തെ ആദ്യമായിട്ട് പോളണ്ടിൽ നിന്ന് ആദ്യത്തെ പാപ്പയായിരുന്നു. തിരിച്ചു വന്നത് രാജകീയമായ സ്വീകരണമായിരുന്നു. അദ്ദേഹം ആദ്യം പോയത് തൻ്റെ പഴയ വീട്ടിലേക്കാണ്. തൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഒരുമിച്ച് ജീവിച്ച താൻ ജനിച്ചു വളർന്ന ആ പഴയ വീട്ടിലേക്ക് അദ്ദേഹം ഓരോ റൂമിലേക്കും കയറി ഇറങ്ങി. ഒരു റൂമിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒന്ന് നിന്നു. അവിടെ മുട്ടുകുത്തി ആ വാതിക്കൽ.
ആ മുട്ടുകുത്തി നിലം ചുംബിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി അകത്ത് കിടക്കുന്ന ആ കട്ടിലിൽ തൊട്ടുമുത്തി. ഇതെല്ലാം കണ്ട പത്രപ്രവർത്തകർ ചോദിച്ചു, മാർപ്പാപ്പ താങ്കൾ എന്താണ് പോപ്പ് കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ പ്രാർത്ഥനാമുറി ആയിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാമുറി അല്ലായിരുന്നു, ഇത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കിടപ്പ് മുറിയായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അൾത്താരയായിരുന്നു. ആ അൾത്താരയിൽ വിരിഞ്ഞ പൂക്കളാണ് ഞാനും എൻ്റെ സഹോദരനും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ, ദാമ്പത്തിക വിശുദ്ധിയുടെ വലിയൊരു ലോകം നമ്മൾക്ക് കാണിച്ചു തരികയാണ്. പാപ്പ പറയുന്നു, ആ വീട്ടിലെ കിടപ്പുമുറി, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കിടപ്പുമുറിയാണ് ഞങ്ങളുടെ വീട്ടിലെ ദേവാലയം. അവർ കിടന്ന ആ കിടക്ക, ആ മെത്തയാണ് ഞങ്ങളുടെ അൾത്താര. അവിടെ വിരിഞ്ഞ പൂക്കളാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ മനോഹരമായ കാര്യമാണ് കുടുംബജീവിതത്തെ പറ്റി പറയുന്നത്. നമ്മൾ ആ ഒരു ചിന്തയോടെയാണോ നമ്മൾ വീടിനെ, നമ്മുടെ കിടപ്പുമുറിയെ, നമ്മൾ കിടക്കുന്ന ആ കട്ടിലിനെയൊക്കെ നോക്കിക്കാണുന്നത്? എത്രമാത്രം കരുതലോടെ വേണം നമ്മൾ നോക്കിക്കാണാനായിട്ട്. വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറില്ല, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ആ ബലിപീഠം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബലിപീഠം ആയിരിക്കില്ല, ഒരു വലിയ മേശയായിരിക്കും. ആ മേശ നമ്മൾ വേറൊന്നും ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ വിരിക്കുന്ന തുണികൾ അതിൽ വേറൊന്നും ഉപയോഗിക്കത്തില്ല. അതിലുപയോഗിക്കുന്ന പാത്രങ്ങൾ, ഈവൻ വൈദികൻ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രം പോലും, കാസയും പിലാസം വേറൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രം പോലും വേറെ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നത് മാറ്റി വെക്കപ്പെട്ടതാണ്, അത് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ കിടപ്പുമുറിയെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ കിടക്കയൊക്കെ വിശുദ്ധ കുർബാനയുടെ ഉപമിക്കുന്നതിലൂടെ മാർപ്പാപ്പ പറഞ്ഞിരുന്ന വലിയൊരു സുവിശേഷമുണ്ടല്ലോ. എത്ര നമ്മൾ പറയുന്ന പോലെ ഹാൻഡിൽ വിത്ത് കെയർ, എത്ര വിശുദ്ധിയോടും എത്ര ഒരുക്കത്തോടും എത്ര ബഹുമാനത്തോടും കൂടെ വേണം നമ്മൾ ആ കിടപ്പുമുറിയെപ്പോൾ നോക്കിക്കാണാൻ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ എത്ര വിശുദ്ധിയോടെ വേണം നോക്കിക്കാണാൻ, എത്ര ബഹുമാനത്തോടും ആദരവോടും കൂടി വേണം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുക്കലേക്ക് പോകാൻ. നിങ്ങൾ ഏർപ്പെടുന്ന ലൈംഗിക ബന്ധമെന്ന് പറയുന്ന വിശുദ്ധമായ ആക്ട്, കുർബാനയ്ക്ക് തുല്യമെന്ന നിലയിൽ മാർപ്പാപ്പ പറയുന്ന ആ ഒരു വലിയൊരു ആക്ട്, അത് ആ കൂദാശയായി മാറുന്ന അവസ്ഥ, അതിൽ നിന്ന് ജനിക്കുന്ന മക്കൾ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ നമ്മുടെ ബോബി കപ്പൂച്ചൻ അച്ഛൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആസക്തിയിൽ നിന്നും നിന്റെ പാപത്തിൽ നിന്നും ഒരിക്കലും ഒരു കുഞ്ഞും ജനിക്കാതിരിക്കട്ടെ എന്ന്. നോക്കിക്കേ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ഈ സെക്ഷൽ പാർട്ടിൽ ഏർപ്പെടുമ്പോൾ ഇത്ര വിശുദ്ധിയിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഈ വിശുദ്ധിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അശുദ്ധരായി പോകാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ മഹത്തരമായ സുവിശേഷമാണ് നമുക്ക് മുമ്പിൽ ദാമ്പത്യ വിശുദ്ധിയിലൂടെ കർത്താവ് തുറന്നു തരുന്നത്. ദൈവത്തോടൊപ്പം ആയിരിക്കുക, ദൈവിക പ്രവൃത്തിയായി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏർപ്പെടുക, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവത്തിന് തുല്യനായി കണ്ട്, അത് ആദരവോടും വിശുദ്ധിയോടും കൂടെ കണ്ട്, ആ ഒരു കൂദാശ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധിയോടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏർപ്പെടുക. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് വിശുദ്ധി തരും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ദേവാലയം സാത്താനാൽ ആക്രമിക്കപ്പെട്ടെന്ന്? ഒരു ദേവാലയത്തിൽ സാത്താൻ കയറിയെന്ന്? നടക്കാത്ത കാര്യമാണ്. കാര്യം എന്താ? അത് ദൈവം വസിക്കുന്ന ഇടമാണ്, വിശുദ്ധീകരിച്ച ഇടമാണ്, മാറ്റി നിർത്തപ്പെട്ട ഇടമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇത്ര വിശുദ്ധിയോടെ നിങ്ങൾ അനുഗമിക്കുമ്പോൾ, വിശുദ്ധിയോടെ നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ സാത്താൻ അവിടെ ഇടമില്ല. ആ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കയറി വരാൻ സാത്താന് ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ പോലുമില്ല. ഇങ്ങനെയാണ് കുടുംബജീവിതം, ദാമ്പത്യ വിശുദ്ധി നമ്മൾ മനോഹരമായി പൂർത്തിയാക്കേണ്ടത്. അവിടെ ജനിക്കുന്ന മക്കളെ തൊടുവാനും സാത്താന് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുടുംബജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് എനിക്കൊരു കാര്യം കൂടി അതുമായിട്ട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ എങ്ങനെ ബലിയർപ്പിക്കാൻ പോകണമെന്ന് ഈശോ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ തിരികെ പോയി അവരുമായി രമ്യതപ്പെട്ടതിന് ശേഷം തിരികെ വന്ന് ബലിയർപ്പിക്കുക. നിനക്ക് അവനോട് വെറുപ്പുണ്ടെങ്കിൽ മാത്രമല്ല, അവന് നിന്നോട് വെറുപ്പുണ്ടെങ്കിൽ പോലും അത്ര ഉയരത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ദാമ്പത്യ ജീവിതവും ദാമ്പത്യ വിശുദ്ധിയും എല്ലാം കുർബാനയോട്, കൂദാശയോട് ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിൽ നമുക്ക് തെളിയുന്ന മറ്റൊരു സുവിശേഷമുണ്ട്. നിനക്ക് കോപിക്കാം, നീ പാപം ചെയ്യരുത്. കോപിക്കാം, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കും വരെ നീണ്ടുപോകരുത്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കോപിച്ചോ ദേഷ്യപ്പെട്ടോ, കാരണം നമ്മൾക്ക് മാനുഷികമായ വികാരങ്ങളുള്ളവരാണ്, ചിലപ്പോൾ വഴക്ക് പറയും, പക്ഷേ അത് വൈകുന്നേരം അന്തിയോളം നിന്റെ കിടപ്പറയോളം നീണ്ടുപോകരുത്. ഒരിക്കലും നീ വിഷമിച്ചും ദേഷ്യപ്പെട്ടും ശത്രുത മനോഭാവത്തോട് ഉറങ്ങുവാനായി പോവരുത്. അവിടെയാണ് പാപത്തിന് സാത്താന് നമ്മൾ ഇടം കൊടുക്കുന്നത്. ഈശോ പറഞ്ഞതുപോലെ, നീ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സുഹൃത്തെ, നീ നിന്റെ ഭാര്യയുമായി, നിന്റെ ഭർത്താവുമായി, മക്കളുമായി രമ്യതപ്പെട്ടിട്ട് നിന്റെ കിടപ്പറയിലേക്ക് പോവുക. നീ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് രമ്യതപ്പെട്ട് വരാൻ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നീ രമ്യതപ്പെട്ടിട്ട് തിരിച്ചു വരിക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും സാത്താന് നമ്മുടെ കുടുംബജീവിതത്തിൽ കയറി കളിക്കുവാനായി ഇടം കൊടുക്കുന്ന ഒരിടമായി മാറും.
ദാമ്പത്യ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സാധാരണ ലത്തീൻ ക്രമത്തിൽ, ഞാനിപ്പോൾ ഫിലിപ്പീൻസിലെ പള്ളിയിലായതുകൊണ്ട് തന്നെ വിവാഹ വാർഷിക ദിനത്തിൽ ദമ്പതികൾ ചെയ്യുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. അവർ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ദേവാലയത്തിലേക്ക് വന്നിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർ മാരേജ് വൗസ് റിന്യൂ ചെയ്യാൻ വേണ്ടി വരും. അവർ വിവാഹത്തിൽ ഏറ്റെടുത്ത പ്രോമിസസ് റിന്യൂ ചെയ്യാൻ വേണ്ടി, പുതുക്കാൻ വേണ്ടി അവർ വരും. അതിനൊരു ചെറിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. വൈദികൻ അവരെ വീണ്ടും ദേവാലയത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തും. അവരുടെ വിവാഹ മോതിരം ഒരിക്കൽ കൂടി ആശീർവദിച്ച് കൊടുക്കും. അവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്ന ആ മനോഹരമായ പ്രാർത്ഥന, എത്ര വിശിഷ്ടമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വീണ്ടും അവർ ഏറ്റുചൊല്ലും. എന്നിട്ട് വൈദികൻ ആശീർവാദമൊക്കെ കൊടുത്ത് ഹന്നാവെള്ളമൊക്കെ തെളിച്ച് അവരെ യാത്രയാക്കും. ഇത് മനോഹരമായ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുകയാണ്, വർഷത്തിൽ ഒന്നെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ മാരേജ് വൗസ് ഒന്ന് റിന്യൂ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വിവാഹ വാർഷിക ദിവസത്തിലൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്ക് പോയിട്ട്, സാധിക്കുമെങ്കിൽ നിങ്ങൾ വിവാഹം സ്വീകരിച്ച് വിവാഹിതരായ ആ കൂദാശ സ്വീകരിച്ച് അതേ ദേവാലയത്തിൽ പോയി ഒരിക്കൽ കൂടി ഒന്നുകൂടി ആ നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പുതുക്കി ആ മാരേജ് വൗസ് ഒക്കെ ഒന്ന് റിന്യൂ ചെയ്ത് ഒന്നുകൂടി വൈദികന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നത് എത്രയോ മനോഹരമായിരിക്കും. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആത്മശോധനയ്ക്കുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങളെടുത്ത മാരേജ് വൗസ് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞ മനോഹരമായ അവസാന നിമിഷം വരെ കർത്താവിൽ ഞങ്ങൾ ഒന്നായിരിക്കും എന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു മാരേജ് വൗസ് ഒന്ന് ചൊല്ലിയിട്ട് നോക്കണം. ഇന്ന ദിവസം എനിക്കിത് പാലിക്കാൻ പറ്റുമോ? ഇന്ന ദിവസം ഈ പറഞ്ഞ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷ സ്നാപത്തിലും എൻ്റെ ഭാര്യയ്ക്കൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റുമോ? എൻ്റെ ഭർത്താവിനൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റുമോ? അതൊന്ന് ചോദിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഏറ്റവും സമാധാനത്തോടെ ശാന്തതയോടെ നിങ്ങൾക്ക് കർത്താവിൽ ഉറങ്ങാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തി ഈ ഒരു കൃപകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന്, പ്രതി ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് ചേർന്ന് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ആ ദേവാലയത്തിൽ നിങ്ങളുടെ വിവാഹത്തിന് ചേർന്ന് നിന്നപ്പോൾ നിന്ന പോലെ നിന്നേ. ഒരു നിമിഷം പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ വിവാഹ ദിവസത്തെ കൂട്ടിക്കൊണ്ടു വന്നേ. എത്ര സ്വപ്നത്തോടും എത്ര പ്രതീക്ഷയോടും എത്ര താല്പര്യത്തോടും കൂടി നിങ്ങൾ തുടങ്ങിയ വിവാഹ ജീവിതമാണ്. അത് ഇന്നിവിടെ വന്ന് നിൽക്കുന്നു. കർത്താവ് നമുക്ക് സമ്മാനമായി തന്ന ആ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ. ഈ ദാമ്പത്യ ബലരിയിൽ പിരിഞ്ഞ പൂക്കളാണല്ലോ, സമ്മാനങ്ങളാണല്ലോ അവർ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ കഴിഞ്ഞുപോയ വർഷങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത വലിയ ആ വ്രതങ്ങളെ, ആ പുണ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാരേജ് വൗസിനെ റിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് വിവാഹത്തിൽ കിട്ടിയ അതേ വിശുദ്ധി, അതേ കൃപ ഇന്ന് ഇരട്ടിയായി ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാത്താൻ ഇടം കൊടുക്കാനാവാത്ത വിധം ഞങ്ങളുടെ ദാമ്പത്യ വിശുദ്ധിയെ, ദാമ്പത്യ വിശ്വസ്തതയെ ചേർത്ത് നിർത്തണമേ. ഈശോ, ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞങ്ങളുടെ ദാമ്പത്തിക അവിശ്വസ്തതയുടെ മേഖലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ചിന്തകൾ കൊണ്ടുപോലും ഞങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അകൽച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക്, ദൈവത്തിന്, ദേവാലയത്തിന് ഞങ്ങൾ ഇടം കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രയോറിറ്റി കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥകളെയൊക്കെ ഓർത്ത് തമ്പുരാനെ മാപ്പ് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്കുണ്ടായ അവിശ്വസ്തതകളും വീഴ്ചകളും ഒക്കെ ഞങ്ങളുടെ മക്കളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അവർക്കൊരു ബാഡ് മോഡലായി പോയിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ അതൊക്കെ ഓർത്ത് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ കരുണ കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി ആവസിച്ച് അവിവാഹമെന്ന കൂദാശയുടെ കൃപ മുഴുവൻ ഞങ്ങൾക്ക് ഈ രാത്രി നൽകണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, പരിശുദ്ധ അമ്മേ, തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വസ്തതയിൽ ജീവിക്കാൻ, ദൈവമായിട്ട് ഒട്ടി ജീവിക്കാൻ, കുറവുകളും കുറ്റങ്ങളുമെല്ലാം സ്നേഹത്തിൽ പൊതിയുവാനുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുറിവുകളും ഉണങ്ങുവാൻ വേണ്ടി, തിരുരക്തത്താൽ ഉണങ്ങുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അവിശ്വസ്തതകളും തിരുരക്തത്താൽ അടച്ചു വെക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ സുഹൃത്തുക്കളെ, സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചേർന്ന് ഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ചേർത്ത് പിടിച്ച് ആ ബൈബിളിന് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ വിവാഹത്തിൽ ഏറ്റെടുത്ത ആ മാരേജ് വൗസ് ഒരിക്കൽ കൂടി റിന്യൂ ചെയ്ത് ഈ രാത്രി അവസാനിപ്പിക്കാം. ആമേൻ. താങ്ക് യു അച്ഛാ. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ചേച്ചി.